ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോയുടെ 5th വീക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരിക്കും, ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ വീഡിയോ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയുടെ അറ്റം ഒന്ന് വെട്ടണം എന്ന്. എൻ്റെ ഹെയറിൻ്റെ അറ്റം ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടായി കാണും, എന്തായാലും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആയി കാണും. നമ്മൾ ഒരു എക്സ്ഫോലിയേറ്റിംഗ് മാസ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി കാണും. അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഹെയറിൽ ഒരു ഓയിൽ ഇടണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓയിൽ ഇടേണ്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഈ മാസ്ക് ഇടുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവത്തില്ല, അപ്പോൾ പൊട്ടി പോകത്തില്ല, നന്നായിട്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടും മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടും ഹെയറിലുള്ള കെട്ടെല്ലാം കളയണം എന്ന്. കെട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒത്തിരി മുടി പോകും, പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഒത്തിരി മുടി പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഹെയർ മസ്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഹെയർ ഒന്ന് കെട്ടെല്ലാം കളഞ്ഞ് ക്ലിയർ ആയിരിക്കും. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കാതിരുന്ന സമയം പോലെയല്ല. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കാതിരുന്ന സമയം പോലെയല്ല, ഇപ്പോൾ ചെയ്തപ്പോൾ നല്ല മാറ്റം എനിക്കും ഉണ്ട്. ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല ഡ്രൈ ആയിരുന്നു ഹെയർ, ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും, അതിന് ഉറപ്പാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യുന്നു. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മാസ്ക് ഇടാണ് ചെയ്യുന്നത്. ഈ മാസ്ക് താരനുണ്ടെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറാനും ഹെയറിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നന്നായിട്ട് മുടി വളരാനും എല്ലാം സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഇവിടെ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് 2 മുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈ സ്കാൽപ്പുള്ളവരെ എന്തായാലും ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ തലയിൽ ഒത്തിരി നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് നമ്മുടെ ഹെയറിന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യാനും ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അലോവേരയാണ് എടുത്തിരിക്കുന്നത്. അലോവേര നമ്മുടെ മുടി വെയിലത്തൊക്കെ പോയിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന മുടിയാണെങ്കിൽ, നല്ല വരണ്ടിരിക്കുന്ന മുടിയൊക്കെ നല്ല മാനേജ് ചെയ്യാൻ പറ്റുന്ന മുടിയൊക്കെ നല്ല സ്മൂത്ത് ആക്കും കേട്ടോ, നല്ല ക്ലിയർ ആക്കും, നല്ല പെർഫെക്റ്റ് ആക്കും മുടിയെ. അതുകൊണ്ട് തന്നെ ഈ പാക്ക് നല്ലതാണ്, ഹെയറിന് നന്നായിട്ട് മുടി തഴച്ച് വളരാനും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ പിന്നെ ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കുപ്പിയാണ്, ഈ ബോട്ടിലാണ് കേട്ടോ. ഈ ബോട്ടിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു നല്ല വെള്ളം ടെക്സ്ചറിലാണ് കേട്ടോ, അപ്പോൾ തറയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിലാകുമ്പോൾ നന്നായിട്ട് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ എല്ലാ ഭാഗത്തും, സ്കാൽപ്പിന് എല്ലാ ഭാഗത്തും ഇടാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുടിക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ ഇത്. മുടി നന്നായിട്ട് പെട്ടെന്ന് വളരും, നന്നായിട്ട് ടെക്സ്ചർ ഇമ്പ്രൂവ് ആവും, നല്ല ഹെയർ ഗ്രോത്ത് നല്ല കട്ടിയോടെ നന്നായിട്ട് വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ 2 സൈഡിലായിട്ട് കെട്ടിവെച്ചു. ശേഷം നമ്മളൊരു അരമണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. ഇത് നമ്മൾ നാരങ്ങ ഇട്ടെന്ന് പറഞ്ഞ് പേടിക്കേണ്ട, നാരങ്ങ ഇതിൽ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നരയൊന്നും വരത്തില്ല, പെട്ടെന്ന് നരച്ച് പോകും, മുടി കൊഴിച്ചിൽ വരും എന്നുള്ളവർക്കൊന്നും പേടിക്കേണ്ട കേട്ടോ. നമ്മൾ ഇത് വീക്കിൽ 1 പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി. നല്ലതാണ്, ഹെയർ പെട്ടെന്ന് നന്നായിട്ട് നിങ്ങൾക്കൊരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എനിക്ക് എന്താ ആഫ്റ്റർ വാഷിന് ശേഷം ഇങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിറം വെള്ളം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്തേക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ.